ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കാഫ നാഷൻസ് കപ്പിൽ നടന്ന കഴിഞ്ഞ മത്സരത്തിൽ ഇന്ത്യക്ക് ഒരു തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. എതിരില്ലാത്ത 3 ഗോളുകൾക്കായിരുന്നു കരുത്തരായ ഇറാൻ ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്. മത്സരത്തിൻ്റെ ആദ്യ പകുതിയിൽ ഇറാനെതിരെ പിടിച്ചു നിൽക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നു. പക്ഷേ രണ്ടാം പകുതിയിലാണ് 3 ഗോളുകൾ വഴങ്ങിക്കൊണ്ട് ഇന്ത്യക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഇതേക്കുറിച്ച് ഇന്ത്യയുടെ പരിശീലകനായ ഖാലിദ് ജമീൽ സംസാരിച്ചിരുന്നു. അതായത് രണ്ടാം പകുതിയിൽ താൻ വരുത്തിയ മിസ്റ്റേക്കുകളാണ് ഈ തോൽവിക്ക് കാരണമായത് എന്നാണ് ഇന്ത്യയുടെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. അതായത് രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ അഥവാ 54-ാമത്തെ മിനിറ്റിൽ 2 താരങ്ങളെ ഈ ഒരു പരിശീലകൻ മാറ്റിയിരുന്നു. പിന്നീട് 68-ാമത്തെ മിനിറ്റിൽ 3 താരങ്ങളെ മാറ്റുകയും ചെയ്തു എന്നുള്ളതാണ്. ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ടുകൾ നടത്തിയത് ആ സമയത്ത് സബ്സ്റ്റിറ്റ്യൂട്ടുകൾ നടത്തിയത് തിരിച്ചടിയായി പോയി എന്നാണ് ഖാലിദ് ജമീൽ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എൻ്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ച മിസ്റ്റേക്ക് ഞാൻ സമ്മതിക്കുന്നു. രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ ചില മാറ്റങ്ങൾ വരുത്തിയത് തിരിച്ചടിയായി. തുടർന്നാണ് അവർ ഗോളുകൾ നേടാൻ ആരംഭിച്ചത്. ആദ്യ പകുതിയിൽ നല്ല രൂപത്തിൽ കളിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. പക്ഷേ പിന്നീട് സംഭവിച്ച കാര്യങ്ങളിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ദുഃഖമുണ്ട്. രണ്ടാം പകുതിയിലാണ് കാര്യങ്ങൾ കൈവിട്ടു പോയത്. ഇതാണ് ഇന്ത്യയുടെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ആദ്യ മത്സരത്തിൽ തജിക്കിസ്ഥാനെ പരാജയപ്പെടുത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് ഇറാനോട് പരാജയപ്പെട്ടു. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലാണ് ഏറ്റുമുട്ടുക. ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 5:30 നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വിജയം അനിവാര്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.